മക്കളെ, നമ്മൾ എന്തെല്ലാം സാക്ഷ്യങ്ങൾ കേട്ടോ. ചെറിയവരുടെയും വലിയവരുടെയും സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. പലതരത്തിലുള്ള കുരുക്കിൽ അകപ്പെട്ടവരുടെ സാക്ഷ്യങ്ങൾ കേട്ടു. നമ്മൾ കേട്ടപ്പോൾ എന്താണ് ദൈവം നമ്മളെ കേൾപ്പിച്ചത്? മക്കളെ, നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിന് എന്ത് നിറമായാലും, കണ്ണിൽ നിന്ന് ചോരയാണ് വരണമെങ്കിൽ കർത്താവ് അത് കാണുന്നുണ്ട്. കർത്താവ് കൈനീട്ടും. നിൻ്റെ വിശ്വാസം കാണാവുന്ന രൂപത്തിലേക്ക് നീ എപ്പോൾ കണ്ണുവെട്ട് ചെയ്യാനാണ് നിന്നെ ഉടമ്പടിയിലൂടെ ദൈവം ക്ഷണിക്കുന്നത്? കാണാവുന്ന വിശ്വാസത്തിലേക്ക്, വിശ്വാസത്തെ പരിവർത്തനം ചെയ്യാൻ, തർജ്ജിമ ചെയ്യാൻ ഉടമ്പടിയിലൂടെ ദൈവം ഈ കാലങ്ങളിൽ നമ്മൾ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെ ദൈവത്തിലെ ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, ഒരു കോവിഡിൻ്റെ കാലം കഴിയുമ്പോൾ എല്ലാവരുടെയും ചെവിട് പറഞ്ഞു നിൽക്കുകയാണ്. ഓരോ ബിസിനസ്സൊക്കെ ചെയ്തിരുന്നവർ, വാടകയൊക്കെ ചെയ്തിരുന്നവർ, അത് ചെയ്യാനേ പറ്റിയിട്ടില്ല. പക്ഷെ വാടക പെരുകി, ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടി, കടങ്ങളൊക്കെ പോയി. ഞാൻ എപ്പോഴും കണ്ണീരോടെ അമ്മയുടെ മുമ്പിൽ നിൽക്കണ ഇതാണ്. കണ്ണീരിൻ്റെ ഒരു കാലം നമ്മൾ കടന്നു പോയെങ്കിലും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത 10,000 അഭിമാനം പണയം വെച്ച് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. അമ്മേ, ഈ വിഷയം ആരെല്ലാം ഉന്നയിക്കുന്നുണ്ടോ അവരെല്ലാം ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിലാണ് ആശ്രയിച്ചുകൊണ്ടാണ് അമ്മയുടെ മാധ്യസ്ഥം തേടുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരുണ്ടമ്മേ, സർട്ടിഫിക്കറ്റ് വിത്ത് ഹെൽഡായിപ്പോയവരുണ്ടമ്മേ, പല പ്രാവശ്യം OIT IITs ഒക്കെ എഴുതിയിട്ട് ഗതി കിട്ടാതെ വിഷമിച്ച് പണവും തീർന്ന് വീട്ടുകാരുടെ വഴക്കും കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടമ്മേ. ജോലി ഇപ്പം കിട്ടും വിചാരിച്ചുകൊണ്ട് വിവാഹം താമസിച്ച് പോയ അവസാനം വിവാഹവുമില്ല, ജോലിയുമില്ലാത്തവരുണ്ടമ്മേ. കടങ്ങളെല്ലാം ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി. എല്ലാം ഭൂമിയിലെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെയും പകുതി മുക്കാൽ ഭൂമിയും ബാങ്കുകാരുടെ കയ്യിലായിപ്പോയി. മനുഷ്യൻ്റെ കയ്യിൽ ഭൂമിയില്ലാത്തൊരു കാലമാണ്. 1/3 ഭൂമി പോലും മനുഷ്യൻ്റെ കയ്യിൽ, സാധാരണക്കാരുടെ കയ്യിലില്ല. എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളുടെയും മൂലധന ശക്തികളുടെയും കയ്യിലേക്ക് ഭൂമി കൈമാറ്റം മാറുകയും ഭൂമിയില്ലാത്തവരായി നഗ്നരായി നടക്കുന്ന മനുഷ്യരെ പോലെയാണ് ഇന്ന് ജീവിക്കുന്നത്. കർത്താവേ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള ആപത്തുകൾ, ഞങ്ങൾക്ക് വന്നിട്ടുള്ള സാമ്പത്തിക കടങ്ങൾ, ജപ്തി നടപടികൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പല ചെറുകിട ജോലികളുമില്ല, വൻകിട ജോലികളുമില്ലാതെ കർത്താവേ, അന്യ നാട്ടുകാർ വരെ കർത്താവേ ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ജോലിയില്ലാതെ പട്ടിണി ഇരിക്കുന്നവരും പരക്കം പായുന്നവരും, കണ്ണീരോടെ മക്കളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാത്തവർ, വിവാഹം കഴിച്ച് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർ, വീട് വെക്കാൻ നിവൃത്തിയില്ലാത്തവർ, വെച്ച വീട് റിപ്പയർ ചെയ്യാൻ പറ്റാത്തവർ, സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വഴക്കിലും കേസിലും അകപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത ദുരന്തങ്ങളിൽ കെട്ടുപെട്ടിരിക്കുന്നവർ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അമ്മയുടെ മധ്യസ്ഥത്തിൽ അഴിയട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്, ഈ വരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. മക്കളെ മുട്ടി നിൽക്കുക. കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തോട് പ്രാർത്ഥിക്കുക.
നിങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവർ മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഇതൊരു അടരാട്ട സാധനമാണ് ജപമാല. ഞാൻ നിങ്ങളോട് ജപമാല എന്നൊക്കെ പറയുമ്പോഴേ, ജപമാല റാലി എന്നൊക്കെ പറയുമ്പോൾ വന്ന വഴികളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാതാവ് കൂടെ വന്ന് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥനകളൊക്കെ. ഓരോ പ്രാർത്ഥനകളും ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അങ്ങോട്ട് പൂർണ്ണ ഹൃദയത്തോടെ അങ്ങോട്ട് വിശ്വസിക്കണം. അല്ലാതെ ഒക്കുക ചെയ്തേക്കല്ല, ഒത്തക്കൊള്ള കിട്ടിയ കൂട്ടി ഇങ്ങനെ അഴകുഴമ്പം ചെയ്യുമ്പോഴാണ് പണി കിട്ടുന്നത്. പക്ഷേ ദൈവം അവൻ്റെ വാഗ്ദാനം വിശ്വസ്തനാണ്. അവൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഏത് നരകത്തിലും വന്നിരിക്കും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കൂടെ സഞ്ചരിക്കുന്ന നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ വരും യാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. എഴുന്നേൽക്കുക. മാതാവ് ആ 2 കമ്പനിയെ 100 അപേക്ഷ വിട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. ഉടമ്പടി എടുത്തിട്ട് 2 വിട്ട് 2 ദശാദിനെ വിളിച്ചു. അപ്പോൾ ഇവന് പേടിയായി. എന്താ കാര്യം? പുതിയ കാലത്തെ പുതിയ ടെക്നോളജിയിലുണ്ടായിരുന്ന സോഫ്റ്റ്വെയറിലുണ്ടായിരുന്ന മാറ്റം കാരണം ഇവർ പ്രാക്ടിക്കലും തിയറിയും ചോദിച്ച പ്രശ്നമാണ്. അപ്പോൾ ഇവൻ ഉടമ്പടി എടുക്കുമ്പോൾ തിരികെത്തിക്കുമ്പോൾ മാതാവേ എനിക്ക് ഒത്തിരി എന്നോട് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. കാര്യം പുതിയ ആൾക്കാരാണ് ഇരിക്കണത്, ഞാൻ പഴയ സിലബസിലൊക്കെ പഠിച്ചിരിക്കണത്. അപ്പോൾ എനിക്ക് പ്രാക്ടിക്കലും എനിക്ക് പ്രശ്നമാണ്, തിയറിയും എനിക്ക് പ്രശ്നമാണ്. ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും, എന്നെ സഹായിക്കണം. അപ്പോൾ പണ്ട് ഭയങ്കര മെരിട്ടാണെന്ന് പറഞ്ഞ ആൾ പറയണ കണ്ടില്ലേ, എനിക്കിപ്പോൾ മെരിട്ടില്ലെന്നാണ് പറയണത്. കണ്ട, അതാണ് വിഷയം. ആ ഗ്രോത്ത് മനസ്സിലാക്കണം. എനിക്കിപ്പോൾ മെരിറ്റില്ല എന്നാണ് ദൈവദൃശ്യത്തിൽ പറയുകയാണ്, എൻ്റെ മെരിറ്റ് നിൻ്റെ കൃപയാണെന്ന്. ഇത് പറഞ്ഞിട്ട് ഇവൻ പോകുമ്പോൾ ഇവനോട് ഇൻ്റർവ്യൂ ചെല്ലാൻ ചോദിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? 8-9 പ്രാക്ടിക്കലും 8-9 തിയറിയും ചോദിക്കേണ്ട സ്ഥലത്ത് ഇവനെ അറിയാവുന്ന 2 തിയറിയും 2 പ്രാക്ടിക്കലും ചോദിച്ച് ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്ത്. അയ്യോ, ഇത് ഭയങ്കര രസമാണ്. അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുകയാണ്. അമ്മ നമ്മുടെ കൂടെ ഇങ്ങനെ വരും. അമ്മ ഇങ്ങനെ കൂടെ വരും. എന്ത് ചോദിക്കണം, എന്ത് ചോദിക്കണ്ട, എന്ത് നമുക്കറിയാം. ഇങ്ങനെ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ വല്ലാത്ത ദൈവത്തിൻ്റെ ഒരു അമ്മ രൂപം എന്ന് പറയുന്നത് ഉണ്ടല്ല. ദൈവത്തിന് അമ്മയാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മയെ ഭൂമിയിൽ സൃഷ്ടിച്ച് ഒരു അമ്മഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വാത്സല്യം പോലെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ച് വരും. എന്നിട്ട് ഇതേപോലെ തന്നെ എന്നിട്ട് പറയണേ, സാധാരണഗതിയിൽ 2 മാസം 2.5 മാസം കഴിയുമ്പോഴാണ് അവർ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവർ വിളിക്കണത്. എന്നെ ഞാൻ 29-ാം തീയതി ഇൻ്റർവ്യൂവിന് പോയത്, എനിക്ക് 30-ാം തീയതി തന്നെ ജോലിക്ക് കയറ്റിയെന്ന്. എന്നിട്ട് പറയണത് ടൈം ഷോർട്ടണിങ് എന്നൊക്കെ അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന്. ലൈറ്റ് വെയ്റ്റനിങ് എന്ന് അച്ഛൻ പറയത്തില്ലേ, ഇതാണ് ലൈറ്റ് വെയ്റ്റനിങ് എന്ന്. നോക്കിയേ, ഉടമ്പടി എല്ലാം കാണാതെ പഠിച്ചിരിക്കുകയാണ്. ഉടമ്പടിയുടെ ഫീച്ചേഴ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ടൈം ഷോർട്ടണിങ്, ലൈറ്റ് വെയ്റ്റനിങ്. എന്താണ്? എല്ലാം ദൈവം ഈ ഒറ്റ പാക്കേജിൽ ഇതെല്ലാം വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ. സമയച്ചുരുക്കവും ഭാരലഘുത്വവും വലിയ ഭാരങ്ങൾ. അതിനെ ആ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നതാണ്. അതിനെ വെറും ഒരു ഉടമ്പടി തൈലം കൊണ്ട് സിമ്പിളാക്കി കളഞ്ഞു, ഭാരം മാറ്റിയതിൻ്റെ എല്ലാം. അത് ലൈറ്റ് വെയ്റ്റിങ് എന്ന് പറയണതും ഭാരച്ചുരുക്കം. ഇങ്ങനെ ഉടമ്പടി. ഇനി രസമെന്ന് പറയണത് ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജയമോൻ്റെ സാക്ഷ്യം കൂടി പറയാം പെട്ടെന്ന്, 2 മിനിറ്റ്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാക്ഷ്യമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ജയ്മോൻ
ഒരു ട്രാൻസ്പോർട്ട് ഇതാണ്, കണ്ടക്ടറാണ്. അദ്ദേഹത്തെ സർവീസ് കഴിഞ്ഞ് രാത്രി 10 മണിക്ക് വണ്ടി ഗ്യാരേജിൽ കയറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ബൈക്ക് എടുത്ത് തിരിഞ്ഞു വന്നപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ വെച്ച് വേറൊരു വണ്ടി ഇടിച്ചിട്ട് അയാൾക്ക് തകർന്നു പോയി. വാരിപ്പേറ്റ് 5 ഒടിഞ്ഞ്, തോളലിലൊടിഞ്ഞ്, പിന്നെ കണ്ടീഷൻസ് എല്ലാം മാറി. ICUലൊക്കെ ആയിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നെങ്കിലും ഈ എല്ലുകളൊന്നും കൂടിയില്ല. അത് കാരണം മൊത്തം പ്ലാസ്റ്ററിങ്. 2 പേരിങ്ങനെ താങ്ങിയാൽ കിടത്താൻ പറ്റത്തുള്ളൂ, 2 പേർ താങ്ങിയാൽ മൂത്രമൊഴിക്കാൻ പറ്റും, എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞു സർവാംഗം വേദനയായിരിക്കും, ആരും സഹിക്കാത്ത വേദനയായിരിക്കും എന്ന് പറഞ്ഞു. ഇവരെന്നാ ചെയ്യണത്? ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതിൻ്റെ ഈ അല്ലേ അവരുടെ ജയമോൻ്റെ വൈഫ് ഉടമ്പടി എടുത്തിട്ട് ആ ഉടമ്പടി തൈലം തേക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പം നിങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി തൈലം എന്ന് പറയുന്നത് ഒരു ഔഷധമല്ല, അതെപ്പോഴും നിങ്ങൾ ഓർക്കണം. കൃപാസനത്തിൽ ഒന്നും ഔഷധം നൽകുന്നില്ല ആർക്കും. കൃപാസനത്തിൽ ഒരു ചികിത്സയുമില്ല. കൃപാസനത്തിൽ എന്താണ്? വിശ്വാസ പ്രയോഗങ്ങളാണുള്ളത്. ഇതെല്ലാം മാധ്യമങ്ങളാണ്. നമ്മുടെ വിശ്വാസം നമുക്ക് പല രീതിയിൽ വിശ്വാസം പ്രാർത്ഥനയാക്കാം, വിശ്വാസം പ്രഖ്യാപനമാക്കാം, വിശ്വാസം പ്രയോഗമാക്കാം. അപ്പോൾ ഉടമ്പടിയിലാണ് ഈ നേർച്ച വസ്തുക്കളിൽ ഒരിക്കലും ഓർക്കണം. തൈലം, അച്ഛൻ തൈലം കൊടുത്തു, ആൾക്കാരെ പറ്റിച്ചൊന്നും വന്നിട്ട് കഥയില്ല. കാര്യം തൈലം അഭിഷേകമായി ഇത് ഇതായിട്ട് കൊടുക്കുകയല്ല. തൈലം എന്ന് പറഞ്ഞത് നമ്മളെ ഈ ധാനേന്ദ്രം കുഴമ്പോ അല്ലെങ്കിൽ ആയുർവേദ തൈലം പോലെ കൊടുക്കുകയല്ലത്. അത് നമ്മുടെ വിശ്വാസം യേശു കർത്താവാണെന്ന്. അത് റോമ 10:9 എന്താണ്? യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസം. ഈ ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചോന്ന് വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം, ആ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയേക്കാൾ വലുതാണ് പ്രഖ്യാപനം. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുണ്ട് നമ്മൾക്ക്, അതുപോലെ കാരുണ്യ പ്രവർത്തികളിലൂടെ പ്രഖ്യാപനമുണ്ട്, അതുപോലെ തന്നെ പ്രയോഗങ്ങളുമുണ്ട്. ആ പ്രയോഗം എന്ന് പറയുന്നത് എന്താണ്? നേർച്ച വസ്തുക്കളെ യേശുനാമത്തിൽ വെഞ്ചരിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് പ്രവർത്തിക്കാനുള്ള മാധ്യമം മാത്രമാണിത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കാണ് കർത്താവിൻ്റെ ശക്തി ആവഹിപ്പിക്കാൻ പറ്റണത്? കർത്താവിൻ്റെ ശക്തി എങ്ങനെയാണ് ചെയ്യണത്? ആവഹിക്കുകയാണ് ചെയ്യണത്. നമ്മൾ നേരത്തെ വായിച്ചില്ലേ 2 Corinthians 12:9 യേശുക്രിസ്തുവിൻ്റെ ശക്തി പറഞ്ഞേ, എന്നിലേക്ക് ആവസിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് പ്രശംസിക്കുമെന്ന് പറഞ്ഞത് ഒരു പ്രാർത്ഥനാ രീതിയാണ്, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണത്. അത് പ്രാർത്ഥനാ രീതിയാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ശക്തി എന്നിലേക്ക് ആവശ്യിക്കാൻ വേണ്ടി എനിക്ക് പ്രഖ്യാപിക്കാം യേശു കർത്താവാണെന്ന്. യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കണത്. വിശ്വാസം സ്വകാര്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. നമ്മളിപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ഇന്നലെ ഒരു സമരത്തിൽ പോയി. ഒരു തുറമുഖം ഗവൺമെൻറ് വർഷങ്ങളായിട്ട് തുറമുഖത്തിന് വർക്ക് നടക്കുന്നില്ല അവിടെ. അപ്പോൾ അതിനൊരു സമരം, ആ തുറമുഖം തുടർന്ന് വികസന ഗവൺമെൻറ് കടലിലേക്ക് കല്ലിടാൻ വേണ്ടി, അത് ഇതുപോലെ തന്നെ ബ്രേക്ക് വാട്ടർ സിസ്റ്റം കിട്ടാൻ വേണ്ടി കോൺട്രാക്ടർമാർ പൈസ അവരവിടെ ഗവൺമെൻറ്റിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടും അവർ വർക്ക് ചെയ്യണില്ല. അപ്പോൾ സമരത്തിന് പോയി. അപ്പോൾ ഞാൻ സമരത്തിൽ ചെല്ലുമ്പോഴും ആ തുറമുഖത്തിൻ്റെ അവിടെ സമരത്തിന് നിൽക്കുമ്പോഴും ഞാൻ ജപമാനം ചൊല്ലിക്കൊണ്ടാണ് യാതായം വിളിച്ചു പോണത്. എന്താ കാര്യം? എൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണത്. അല്ലാതെ സായിപ്പിനെ കാണുമ്പോൾ ഞാൻ കാവാത്ത മറക്കത്തില്ല, ലോഹയെ വിട്ട് കൊന്തം പിടിച്ചേ പോകത്തുള്ളൂ. ഇന്നലെ ഞാൻ കോടതിയിൽ പോയി. കോടതിയിൽ പോയെന്ന് വെച്ചാൽ 2013 കടൽ കയറിയപ്പോൾ ഒരു സമരം നടത്തിയപ്പോൾ ഞാനന്ന് കേസിൽപ്പെട്ട്. ഞാൻ ആ കേസ് പറയാൻ വേണ്ടി ഇന്നലെ കോടതി ചെന്നപ്പോഴുണ്ട് കേസ് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ച് മാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. മാവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, അച്ഛാ ഇനി അച്ഛൻ ലോഹയെ വിട്ട് കോടതി വരരുത്, ഇത് നമ്മുടെ സമുദായത്തിന് നാണക്കേടാണെന്ന് പറയും. ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് വേണ്ടി
നീതിക്ക് വേണ്ടി പോരാടിയതിന് ശേഷം ഒരു നിയമ പോരാട്ടത്തിൽ ഞാൻ വന്നിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിൽ താൻ പണി നോക്കാൻ പറഞ്ഞു. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസ പ്രഖ്യാപനമാണത്. ഞാനൊരു പുരോഹിതനാണെന്നും ഞാൻ ഈ സോഷ്യൽ കോസിന് വേണ്ടി നിൽക്കുന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്നും ദൈവത്തിന് മനസ്സിലാകും, ബോധമുള്ള ജനങ്ങൾക്ക് മനസ്സിലാകും. ബോധമില്ലാത്ത വല്ലതൊക്കെ വിളിച്ച് പറയും ഐ ഡോണ്ട് മൈൻഡ് അബൌട്ട് ദാറ്റ്. പക്ഷേ എന്താണ് അത്? പ്രഖ്യാപനമാണ്. ഈ വിശ്വാസത്തെ നമ്മൾ പ്രാർത്ഥിക്കാം, വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കാം, അതുപോലെ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കാം. അതുപോലെ തന്നെ പ്രയോഗമാണ് ഈ ഉടമ്പടി തൈലം. വിശ്വാസ പ്രയോഗമാണ്, അല്ല ചികിത്സാവിധിയൊന്നും അല്ലത്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് അറിയണം, നിങ്ങൾ ചെയ്യണത് എന്താണെന്ന് അറിയണം. ഈ ജേമോൻ്റെ വൈഫിന് കൃത്യമായിട്ട് ഇത് പ്രയോഗിക്കാൻ അറിയാം. അവർ പതുക്കെ പാകതയോടെ വിശുദ്ധിയോടെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഈ ഒടിഞ്ഞിരിക്കുന്ന തോളലില്ലേ അതിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞൊരു ഓപ്പറേറ്റ് ചെയ്തെല്ലാം ശരിയാക്കണത് അറിയത്തില്ല. സങ്കടപ്പെട്ടൊരു ജീവിതമാണ്. അപ്പോൾ അവളിത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ആശയത്ത അവസ്ഥയിൽ തോളയിൽ ഇങ്ങനെ ഉടമ്പടി തേലാൻ തേച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിനെ താങ്ങിക്കിടത്തും, രണ്ടുപേരും കൂടി താങ്ങിക്കിടത്തും. രാത്രിയായപ്പോൾ ഈ മനുഷ്യനെ ഒരാൾ വന്ന് തട്ടി ഇയാൾ ഉറക്കത്തിലിങ്ങനെ നോക്കുമ്പോൾ അമ്മ മാതാവ്. ഇയാൾ ഉടനെ എഴുന്നേക്കും, ഉറക്കത്തിലല്ലേ, തനിക്ക് തോന്നിയാണെന്നും പറഞ്ഞ് എഴുന്നേക്കും, പിന്നെ കിടക്കും. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ആരുടെ സഹായമില്ലായി എഴുന്നേറ്റ് വരും ഈ മനുഷ്യൻ. ഡോക്ടറുടെ അടുത്ത് എന്നാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് പറ്റി, എല്ലാ അസ്ഥികളും യോജിച്ചിരിക്കണമല്ല എന്ന്. ഇതാണ് എൻ്റെ വിഷയം. ഇത് പ്രയോഗമാണ്, വിശ്വാസ പ്രയോഗമാണ്. അപ്പം അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നൊരു വിശുദ്ധിയുടെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഉടമ്പടിയുടെ എല്ലാ കാര്യവും ജെറോമി പറഞ്ഞ പോലെ ഞാനും വൈഫും ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാണ്. ഉടമ്പടി ജീവിതമാണ്, അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒപ്പിക്കണമല്ല. അപ്പം അതുകൊണ്ട് ഉടമ്പടി നിങ്ങൾ ദൈവം സത്യസന്ധമായിട്ട് ജീവിക്കുക, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആ ആളെ കണ്ടു കഴിഞ്ഞാൽ പേടി വരും. നല്ല വെളുത്ത് നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ, അവിടെ തലേ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ഉടുത്തേക്കുന്നത് മുണ്ടല്ല, വേറെ എന്തോ സംഭവം, മിനുങ്ങുന്ന പോലെ കാണുന്നത്. അവൾ നേർച്ച കൊടുക്കാനായിട്ട് പോകാൻ അവൾക്ക് പേടി. ഈ മനുഷ്യൻ മുഖത്ത് നിന്ന് കണ്ണ് പറിക്കുന്നില്ല. അപ്പോൾ വന്നേച്ചും ചോദിക്കണം, ഇതാ വീടില്ലല്ലേ, വീടില്ലാഞ്ഞിട്ട് ഭയങ്കര നിരാശയുണ്ടല്ലേ, സാരമില്ല വീട് തരും കിട്ടോ എന്നും പറഞ്ഞ് എന്നാൽ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ തെക്ക് വശത്തേക്ക് മാറിക്കഴിഞ്ഞ് നോക്കിയിട്ട് ഈ ആളെ കണ്ടിട്ടില്ല. അപ്പോൾ അടുത്ത വീട്ടിലൊക്കെ ഇവൾ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ നേർച്ചയ്ക്ക് വന്നോ മലയാറ്റൂരിന്ന്? അന്നേരം അവർ പറഞ്ഞ് ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ഇവക്ക് പേടിയായി, ഇതാരാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ്. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞ്, ചേച്ചി ഇങ്ങനെ ഇവിടെ ഒരാൾ വന്ന്, എന്താണെന്നറിയത്തില്ല, ഞങ്ങൾ കണ്ട് പേടിച്ചു പോയി, കണ്ടാൽ നല്ല സൂര്യനെ പോലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനെന്നേരം പറഞ്ഞ് ദൈവം ദൂതനെ വിട്ടതായിരിക്കും, നമുക്ക് വീടില്ലല്ലോ, അതിന് ദൂതനെ വിട്ടതായിരിക്കും എന്ന് ഞാനങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത സഹോദരിക്ക് വീടില്ല. അപ്പം മൂത്ത സഹോദരി എൻ്റെ അടുക്ക് മരിയേണ്ട വിളിക്ക് വരുമ്പോൾ പറയും, എടി എനിക്കൊരു വീട് വേണം, നീ ഒന്ന് പ്രാർത്ഥിക്ക്. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയും. ഞാൻ പ്രാർത്ഥിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കൊരു വീട് കിട്ടി. ആ വീട് പണിത് പകുതി ആയപ്പോഴത്തേക്കും വേറെ ഒരു വീട് കിട്ടി. അങ്ങനെ 2 വീട് എൻ്റെ സഹോദരിക്ക് കിട്ടി. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പേപ്പർ എടുത്തുകൊണ്ട് പോയി ഞങ്ങൾ കൊടുക്കുന്നത് കുറവിലങ്ങാട് സ്റ്റാൻഡിൽ പോകും. അവിടെ പോയി പേപ്പർ കൊടുക്കാൻ പോകുന്ന മുമ്പ് ഞാൻ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ ഏൽപ്പിച്ച് ഞാൻ പോകുള്ളൂ. ഞാൻ പോയി 1/2 മണിക്കൂർ കഴിയും മുമ്പ് എൻ്റെ പേപ്പർ തീരും. അവിടെ പിന്നെ ഞാൻ കൊടുക്കുന്ന വഴിയരികെ പോകുമ്പോഴേക്ക് എൻ്റെ കയ്യിൽ പൈസ ഉള്ള അനുസരിച്ച് കാണുന്നവർക്ക് കൊടുക്കും. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ ഒരു കാര്യം കൂടിയുണ്ട്. എനിക്ക് എൻ്റെ ഗർഭപാത്രത്തിൽ പിന്നെ മുഴയുണ്ടായിരുന്നു.
അപ്പോൾ എനിക്ക് വയറുവേദന വരും. വയറുവേദന വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ നിൽക്കുമല്ല. അപ്പം ഞാനൊരു ദിവസം എൻ്റെ ജീവിത പങ്കാളിയായിട്ട് ഡോക്ടറെ കാണാൻ പോയി. അവർ നോക്കിച്ചും പറഞ്ഞത് ഫൈബ്രോയിഡ് മുഴയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനത് വന്ന് പിന്നെ ഞങ്ങൾ വന്ന് സ്കാനൊക്കെ ചെയ്ത് MRI ഒക്കെ എടുത്തപ്പോൾ പൊതിച്ച തേങ്ങയുടെ മുഴുപ്പുള്ള 3 മുഴയാണ് ഉള്ളത്. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ. അപ്പം ഡോക്ടർമാർ എന്നോട് ചോദിച്ച്, അമ്മ ഓപ്പറേഷൻ ചെയ്താൽ അമ്മയുടെ അടുക്കൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? വീട്ടിലെ പണിയൊന്നും നടക്കുകയില്ല, പിന്നെ നമുക്ക് പണിയെടുക്കാൻ പറ്റുകയില്ല, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ വീട്ടിൽ പോന്നു വെച്ചാൽ ഞാൻ നാഗപടം പള്ളിയിൽ ധ്യാനം കൂടാൻ പോകുമായിരുന്നു. അവിടുന്ന് ഒരു അന്തോണസ് പുണ്യാളിൻ്റെ പുസ്തകം മേടിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. അത് മേടിച്ചുകൊണ്ട് പോന്നിട്ട് ഞാൻ പുസ്തകം ഇവിടെ വെച്ച് ഞാൻ കൊന്ത ചെല്ലും. 4 കൊന്ത ഒരു ദിവസം ചെല്ലി, 2ാമത്തെ ദിവസവും ചെല്ലി, 3ാമത്തെ ദിവസം എൻ്റെ മുഴ കക്കൂസിൽ പോയി. ഞാൻ വെളുപ്പിന് കക്കൂസിൽ പോയപ്പോഴത്തേക്കും കക്കൂസിൽ പോയി. ഇതാണ് എനിക്ക് കിട്ടിയ നേരത്തെ തൊട്ട് ജപമാല ചൊല്ലി കിട്ടിയ അനുഗ്രഹങ്ങൾ. ഇത് ഇവിടെ ഉടമ്പടിയിലുള്ളതല്ല, ഇത് വേറെ ഉടമ്പടിയിലെ ഞാൻ ആദ്യം പറഞ്ഞത്.